ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും എൻ്റെ അടുത്ത ദിവസങ്ങൾ ഈസി ആവണോ ഡിഫിക്കൽട്ട് ആവണോ എന്നുള്ളത്. ഇന്ന് സാധാരണ ഞാൻ ചെയ്യുന്നത് മീൽ പ്രെപ്പിംഗ് ആണ്. ഇന്നൊരു 3-4 മണിക്കൂർ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങൾ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകും, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു പോകും. അപ്പോൾ ഞാൻ മീൽ പ്രെപ്പിംഗ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാം എന്നുള്ളത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ തുടങ്ങിയാലോ? വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പാർക്ക്ലേ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സുമായിട്ട് അവിടെ പോയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ പോയത്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് ഈ കപ്പ അല്ലെങ്കിൽ ചീനി എന്ന് പറയുന്നത്. ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങുന്നതും ഉണ്ടാക്കുന്നതും. അപ്പോൾ എനിക്കറിയത്തില്ല ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നൊക്കെ ഉള്ളത്. ഒരെണ്ണം പൊട്ടിച്ചു നോക്കി, അതിൽ കുറച്ച് ഡാർക്ക് ഇങ്ങനെ കുത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എനിക്ക് രാവിലെ ഇന്ത്യയിൽ അമ്മയോട് വിളിച്ച് ചോദിക്കാൻ പറ്റത്തില്ല. ഞാൻ ChatGPT ചോദിച്ചപ്പോൾ ChatGPT പറഞ്ഞ് ഇത് സേഫാണ്, ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും എനിക്കൊരു പേടി കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് ബ്ലാക്ക് സ്പോട്ടൊന്നുമില്ല. അപ്പോൾ ഇതെന്തായാലും അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കിത് എന്തുണ്ടാക്കണം എന്നറിയത്തില്ല, ഒരു ആവേശമൂത്തൊക്കെ മേടിച്ചതാണേ. എനിക്ക് ഈ കപ്പ വേവിച്ചതുണ്ടല്ലോ, പുഴുങ്ങിയത്, അതാണ് എനിക്ക് കേട്ടോ ഇഷ്ടം. അത് ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് ഞാൻ മാത്രമേ കഴിക്കൂ, അതുകൊണ്ട് ഇത് ഒരുപാടാണ്. അത്ര എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം. കുറച്ച് എനിക്ക് എടുത്ത് ടപ്പിയോക്ക ചിപ്സ് ഉണ്ടല്ലോ, അതും ഉണ്ടാക്കണം എന്നുണ്ട്. നോക്കാം. ദിസ് ഈസ് നൈസ്. ഞാൻ ഇത് വേഗം കട്ട് ചെയ്തിട്ട് ഇതങ്ങ് വേവിക്കാൻ വെക്കാം. കാരണം ഇത് കുറേ നാൾ പുറത്തിരിക്കാൻ പറ്റില്ല, ചീത്തയായി പോവും എന്നാണ് അമ്മയുടെ നിഗമനം. ChatGPTയും അത് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ചെറിയ പീസസ് ആയിട്ടാണ് അരിയുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ. ഒരു കപ്പ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ കൊള്ളാവുന്നത്. ഇത് ചീത്തയായിപ്പോയി, കണ്ടില്ലേ? ഇത് ചീത്തയായിപ്പോയി. അപ്പം ഇത് കളയാം. ChatGPT പറഞ്ഞത് ഇങ്ങനെ വെയിൻ പോലെ വരികയാണെങ്കിൽ അത് ചീത്തയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കാണുമ്പോൾ അറിയാലോ. അങ്ങനെ അത് പോയി. പക്ഷെ സാരല്ല, എനിക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പുഴുങ്ങാൻ പോവാണ്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ എൻ്റെ ലഞ്ച് അല്ലെങ്കിൽ എൻ്റെ ഡിന്നറായിരിക്കും ഇന്നത്തെ. പാർക്ക്ലേ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏഷ്യയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം. ഇവിടെ സാധാരണ ഉള്ള ഷോപ്സിൽ കോൾസ്, ബൂളീസ് അങ്ങനത്തെ സ്ഥലത്ത് നമ്മുടെ ഓസ്ട്രേലിയൻ ഗ്രോൺ പ്രോഡക്റ്റ്സ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഈ ചീരയില, മുരിങ്ങയ്ക്ക ഇതൊക്കെ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ അവിടെ പോയപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ട് അങ്ങനെ ആവേശം കയറി ഞാനങ്ങ് വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ചീരയിലയും വാങ്ങിയായിരുന്നു. ചീരയിലയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചീത്തയായിപ്പോൾ. അപ്പോൾ ഞാൻ അപ്പം തന്നെ അങ്ങ് കറി വെച്ച് കേട്ടോ. അതുകൊണ്ട് ചീരയില തോരൻ അങ്ങ് വെച്ചു. അപ്പോൾ അതിരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുരിങ്ങയ്ക്ക അവിയൽ വെക്കണം എന്നുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. വെള്ളം തിളച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇടുകയാണേ. എനിക്ക് ഇതിന് എത്ര നേരം വെക്കണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ ഒരു ഊഹത്തിന് അമ്മ പണ്ട് ചെയ്യുന്ന കണ്ടിട്ട് ഇടുകയാണേ. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അതങ്ങ് വേവട്ടെ. എന്താ ഒരു സംഭവം എനിക്കറിയാം കേട്ടോ. അപ്പം അതുവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വാങ്ങിച്ച വെജിറ്റബിൾസ് ഒക്കെ അങ്ങ് കട്ട് ചെയ്ത് വെക്കാം. ഇന്നും നാളത്തേക്കുള്ള സാധനങ്ങൾ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി കേട്ടോ. ഇനി അതൊന്നുമില്ല. അപ്പം വെജിറ്റബിൾസ് ഒക്കെ അങ്ങ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണേ. ഞാൻ അതേ പാവയ്ക്ക ഇതൊക്കെ വാങ്ങി. ഇതൊന്നും ഇവിടെ സാധാരണ കോൾസിലൊന്നും കാണത്തില്ല. ഫാമേഴ്സ് ലാൻഡിൽ ചിലപ്പോൾ കിട്ടാറുണ്ട്. പക്ഷേ ഫാമേഴ്സ് ലാൻഡിൽ കുറച്ച് എക്സ്പെൻസീവാണ്. ഇവിടെ വിലയും കുറവാണ് കേട്ടോ. അതാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത.
നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമയം അങ്ങ് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ചീത്തയായി പോവും. വെള്ളമയം ഇല്ലെങ്കിൽ കുറേ നാൾ നിൽക്കും കേട്ടോ. ഞാനിത് ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വന്നപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള മുന്തിരിങ്ങയും പിന്നെ കുറച്ച് ചെറിയുമാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഞാൻ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഈ ഫ്രൂട്ട് ബൗളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയ. എന്നിട്ടും എനിക്ക് ഒരു $36 മാത്രമേ ആയിട്ടുള്ളായിരുന്നു കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മുടെ കോൾസിന്നോ വോൾവർത്തിന്നോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ അറൗണ്ട് ഒരു 60 പ്ലസ് ആയേനെ, 60, 70 ആ ഒരു റേഞ്ച് വന്നേനെ കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് $36 മാത്രമേ ആയിട്ടുള്ളായിരുന്നുള്ളൂ. അതാണ് ഈ പാർക്ക്ലേ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. ചിക്കൻ കഴിഞ്ഞ ഒരു മിഡ് വീക്കൊക്കെ ആയപ്പോൾ വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കറിയാക്കാം. അപ്പോൾ ഇതൊരു 2 ദിവസം നിൽക്കും കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ടൈം ആയപ്പം എൻ്റെ ലഞ്ചിനുള്ള സമയമായി കേട്ടോ. ലഞ്ചിന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ കപ്പ പുഴുങ്ങിയതും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി ലഞ്ച് കഴിക്കട്ടെ. സമയം ഇപ്പം 8 മണിയായേ. ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, പിന്നെ കുളിച്ച് ഫ്രഷായി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞാൻ രാവിലെ ദോശയ്ക്കുള്ള അരിയും ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇനി അരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി ചപ്പാത്തി മാവ് കുഴയ്ക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എൻ്റെ മീൽ പ്രെപ്പിങ് കഴിയും. അങ്ങനെ ദോശയ്ക്കുള്ള മാവ് അരച്ചു വെച്ചു. ഇനി ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാൻ പോവാണ്. സംഭവം കുറച്ചുകൂടെ വേണം, അതുകൊണ്ട് ഞാൻ റീഫിൽ ചെയ്യുവാണേ. അങ്ങനെ ഫൈനലി എൻ്റെ മീൽ പ്രെപ്പിങ് ഇവിടെ കഴിഞ്ഞു. ഞാൻ കാണിക്കാമേ. ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ്, പിന്നെ ചിക്കൻ കറി, ചീരയിലത്തോരൻ, ഈ കപ്പ പുഴുങ്ങിയത് ഞാൻ ഇന്ന് തന്നെ തീർക്കും, പിന്നെ മാവ് കുഴച്ചത്, മാവ് ആട്ടിയത്, പിന്നെ ഫ്രൂട്ട്സ്. അങ്ങനെ എൻ്റെ മീൽ പ്രെപ്പിങ് ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി കഴിക്കുകയും അതെടുത്ത് കഴിക്കുകയൊക്കെ മാത്രം മതി കേട്ടോ. സിമ്പിളല്ലേ? അടുത്ത വീക്ക് വളരെ സ്മൂത്തായിട്ട് പോകും ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നിർത്താമല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!